ഇതിനാദ്യം വേണ്ടത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എൻ്റെ സന്തോഷം എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലല്ല, എൻ്റെ സന്തോഷം എൻ്റെ കയ്യിലാണ്. ഞാൻ സന്തോഷിക്കുന്ന രീതിയിൽ ഇതുപോലെ തന്നെ എൻ്റെ ഭർത്താവും സന്തോഷിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ അത് നടക്കുന്ന ഒരു കാര്യമേ അല്ല. ഇതിനാദ്യം തന്നെ വേണ്ടത് എന്താണ്? അവിടെയാണ് എംപവേർഡ് ആവേണ്ടത്. എനിക്ക് വേണ്ട കാര്യങ്ങൾ നടത്താൻ എനിക്ക് സാരി വേണം, എനിക്ക് ചുരിദാർ വേണം, എനിക്ക് ഒരുങ്ങണം, എനിക്ക് നന്നായി നടക്കണം. ഇതൊന്നും എൻ്റെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങളല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റണം. ഇതെല്ലാം ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് കഴുത്തിൽ തൂങ്ങാനുള്ള ഒരു വസ്തുവല്ല ഭർത്താവെന്ന് സ്ത്രീകൾ മനസ്സിലാക്കുകയും ഇതെല്ലാം ഞാൻ കൊടുത്ത് മാത്രമേ എൻ്റെ ഭാര്യ അനുഭവിക്കാവുള്ളൂ എന്നുള്ള പൊസസീവ്നെസ് പുരുഷന്മാർ മാറ്റിവെക്കുകയും ചെയ്താൽ ഈക്വലി യു ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ ഫാമിലി, equally you can contribute to the development of your child, equally you can give a feeling to your kids that my father is a great person, equally my mother is also great. It will build a great healthy family. It will last long. എവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്? എന്നെ നോക്കാനാണ് ഒരു ഭർത്താവ്. നിങ്ങൾ എന്തിനാണ് ഒരു ഭർത്താവിനാൽ നോക്കപ്പെടുന്നത്? നിർബന്ധം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നോക്കിക്കൂടെ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ നടത്തിക്കൂടെ? നിങ്ങൾ എന്തിനാ എഡ്യൂക്കേറ്റഡ് ആകുന്നത്? നിങ്ങൾ എന്തിനാ ജോലി മേടിക്കുന്നത്? ഇത് ജോലിയും വിദ്യാഭ്യാസവും ഉണ്ടാവുകയും അതിൽ നിന്ന് ജോലി ചെയ്യുകയും ചെയ്യാനുള്ള അവസരങ്ങൾ ഉള്ള ആൾക്കാരുടെ അടുത്താണ് ഇപ്പം ഞാൻ പറയുന്നത്. പുതിയ ജനറേഷനോട് ജീവിതം മക്കൾ, ഞാനിപ്പോൾ അവിടെ സംസാരിച്ചത് ഒരു പെൻഷൻ നേഴ്സായിട്ടുള്ള കുറച്ച് വിമനോടാണ്. അപ്പം എവ്രി വിമൻ ഒരു 50-60 വയസ്സ് കഴിഞ്ഞിട്ട് ഇരുന്ന് ദുഃഖിക്കുന്ന മെയിൻ കാര്യം എന്താ വെച്ചാൽ, ഞാൻ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, ഞാൻ ജോലിക്ക് പോയില്ല. എന്താ പോകാതിരുന്നത്? ഞാൻ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ജോലിക്ക് പോയില്ല, ഞാൻ ഭർത്താവിനെ നോക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോയില്ല, പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അന്നേ കോംപ്രമൈസ് ചെയ്തു, കാരണം എനിക്ക് വലുത് ഫാമിലി ആയിരുന്നു. ആരും പറഞ്ഞു നമ്മളോട് ഇതൊക്കെ ചെയ്യാം? ഒരു ഭർത്താവിനെ കിട്ടിയപ്പോഴേക്കും ലോകത്തിലുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും എല്ലാം കട്ട് ചെയ്ത് എൻ്റെ കെട്ടിയവൻ്റെ മക്കളുടെ മാത്രമുള്ള ലോകത്ത് ജീവിക്കാനെന്ന് നിങ്ങളോടാരും പറഞ്ഞില്ല. നിങ്ങൾ ജോലി ചെയ്ത് ഒരു 10,000 രൂപ 20,000 രൂപ വീട്ടിൽ കൊണ്ടുവരുവാണെങ്കിൽ ഒരു ഭർത്താവും വേണ്ടാന്ന് പറയത്തൊന്നും ഇല്ലായിരുന്നു. നിങ്ങളൊരു വലിയ ത്യാഗം ചെയ്തതുപോലെ ഇത് ചെയ്തിട്ട് പിന്നെ ഇപ്പം കരഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് എവർ യു ഹാവ് കോംപ്രമൈസ്ഡ് ഇസ് ഫോർ യുവർ സെൽഫ്, സോ യു വിൽ ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരുപാട് കരിയർ ബ്രേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ പിള്ളേരെ ഞാൻ തന്നെ വളർത്തണമെന്ന് വലിയ നിർബന്ധ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. നന്നായി കുക്ക് ചെയ്യും, ഞാൻ നന്നായി കുക്ക് ചെയ്യും. അത് ആർക്കും വേണ്ടിയിട്ടില്ല, എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നന്നായി കുക്ക് ചെയ്യും. അതല്ലാതെ ഞാൻ ഒരു 25-30 പേര് വരെയൊക്കെയുള്ള ബർത്ത്ഡേ പാർട്ടീസൊക്കെ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. എനിക്കത് കൊടുക്കുന്നതിൽ സന്തോഷം കിട്ടുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഭർത്താവ് കഴുത്തി കത്തി വെച്ചിട്ടോ തോക്ക് വെച്ചിട്ടോ ഇത്ര പേർക്ക് കുക്ക് ചെയ്തില്ല ഇവിടെ കിടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ പോയി പണി നോക്കുന്നത് ഞാനും പറഞ്ഞുകൊണ്ട് തന്നെ. There lies the empowerment. Whatever makes you happy, you are not doing it as a service or something. വെറുതെ ആർക്കോ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത ത്യാഗമൊന്നും അല്ല ഇത്. നിങ്ങൾക്ക് മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ വളർത്തുന്നതിൽ നിങ്ങൾ എൻജോയ് ചെയ്താ വളർത്തിയത്. ഞാൻ എൻ്റെ മക്കളെ കഷ്ടപ്പെട്ടല്ല വളർത്തിയത്, ഇഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അല്ലെ? എല്ലാവരും പറയുന്നത് എങ്ങനെയാ? ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി. എന്തിനാ കഷ്ടപ്പെട്ട് വളർത്താൻ നിങ്ങളോടാരും പറഞ്ഞോ? ഇഷ്ടപ്പെട്ടാ നമ്മൾ വളർത്തുന്നത്. മരിക്കാനുള്ള ധൈര്യത്തിന്റെ പകുതി മതി ജീവിക്കും. മരിക്കാനുള്ള ധൈര്യത്തിന് എന്തിനാണ് ഒരു ഭർത്താവ്? നിങ്ങൾ ഭർത്താവ് നോക്കണം, അമ്മായിയമ്മ നോക്കണം. 2 മക്കളെ എടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങൂ. ഈ ലോകത്ത് അടുക്കളപ്പണി ചെയ്താൽ പോലും 10,000 രൂപ കിട്ടുന്ന കാലമായത്. 25,000 കൊടുത്താൽ ഒരാളെ നോക്കാൻ നിൽക്കാൻ ആളില്ല. എന്തിനാണ്? വൈ ഷുഡ് യു എക്സ്പെക്ട് ദാറ്റ് മെൻ ഷുഡ് പ്രൊവൈഡ് യു? ഒരു മെന്നും പ്രൊവൈഡ് ചെയ്യണ്ട. ഞാൻ നിൽക്കും എൻ്റെ കാലില്, ഞാൻ വളർത്തും എനിക്ക് മക്കളുണ്ടെങ്കിൽ. എന്തിനാ ഭർത്താവിനെ എന്തിനാ? സ്നേഹിക്കാനാ. എന്നെ സ്നേഹിക്കാനും എൻ്റെ മക്കളെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും എൻ്റെ മക്കൾക്ക് സ്നേഹിക്കാനും. ഇത് 2-way പ്രോസസ്സാണ്. പെണ്ണുങ്ങൾ പറയുമ്പോൾ എപ്പോഴും പറയുന്നതിന് ഞാനങ്ങ് സ്നേഹിച്ച് മറിക്കുമായിരുന്നു, തിരിച്ചൊന്നും കിട്ടാതെ സ്നേഹിക്കാൻ നിങ്ങളോടാരാ പറഞ്ഞേ? ആരെങ്കിലും പറഞ്ഞു? നിങ്ങൾ നിങ്ങളുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയാണ് സ്നേഹിച്ചേ, പിന്നെ കുറ്റം പറയരുത്. നിങ്ങൾ നിങ്ങളുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടാണ് സ്നേഹിച്ചത്. എന്തിനാ? വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് സ്നേഹിച്ച് മറിച്ചു. പിന്നെ ഒരു കാര്യം, ഐ ഡു ഹാവ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വിത്ത് യു. വല്ലാതെ വിഷമിച്ച് ബുദ്ധിമുട്ടി ഒന്ന് കല്യാണം കഴിച്ചു, അത് ഫ്ലോപ്പായി. 2ാമത് കല്യാണം കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 3ാമതും കല്യാണം കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കല്യാണം കഴിക്കാതെ ഈ സൊസൈറ്റിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കാനാണ് നമ്മൾ ഈ ശാക്തീകരണം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ജീവിക്കാനുള്ള ധൈര്യം വേണം. ഏത് തരത്തിലാണെങ്കിൽ എൻ്റെ മക്കളെ വഴിയിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ജീവിക്കാനല്ല, മക്കളെ ചേർത്ത് പിടിച്ച് ജീവിക്കാനുള്ള ധൈര്യം വേണം. എൻ്റെ അമ്മ വലിയ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു. ഒരു അത്യാവശ്യം ഒരു ഡിഗ്രി ലെവലിൽ ഒരു കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് അത്രയൊക്കെ ഉള്ള ഒരാൾ മാത്രമായിരുന്നു.
എന്നും തന്ന ഒറ്റ ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ, മക്കളെ നെഞ്ചോടടുക്കി പിടിച്ച് വളർത്താം. അതാണ് ഒരു അമ്മയുടെ ജോലി. ഞാൻ നെഞ്ചോടടുക്കി പിടിച്ച് വളർത്തിയ എൻ്റെ 2 മക്കളും ചീത്തയായി പോകത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരിക്കണം. പക്ഷെ ഇപ്പോഴുള്ള അമ്മമാരുടെ ഉറപ്പ് എങ്ങനെയാണെന്നറിയാമോ? സ്വിഗ്ഗിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തു, മറ്റേ ആമസോണിൽ നിന്ന് കുറെ ഡ്രസ്സ് മേടിച്ചു കൊടുത്തു, മറ്റേ യൂട്യൂബിൽ കുറെ ചാനൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് മക്കൾ വളരുവാണ് അവരുടെ സൗകര്യത്തിന്. 17ഉം 18ഉം ഒക്കെ കഴിഞ്ഞ പിള്ളേരുടെ മേളിൽ ആർക്കും ഇല്ല കൺട്രോള്. പാരന്റ്സിനെ വിളിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കാൻ തയ്യാറല്ല. എൻ്റെ മക്കൾ ചെയ്യത്തില്ല എന്ന് പറയുന്നത് ഇത് ഇല്യൂഷനാണ്. ഈ ഇല്യൂഷനിൽ ജീവിച്ചുകൊണ്ട് ഒരു മക്കളും നന്നാവത്തില്ല. എൻ്റെ മക്കൾ ചെയ്യത്തില്ല എന്ന് പറയുന്നത് ചെയ്യുമെന്ന് ഞാനാ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ കാണുന്ന മക്കളല്ല ഞങ്ങൾ കോളേജിൽ കാണുന്നത്. മോട്ടിവേറ്റഡ് അല്ലാത്ത, ഫോക്കസ്ഡ് അല്ലാത്ത, ജീവിക്കാൻ പ്ലാൻസ് ഇല്ലാത്ത, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് യാതൊരു ധാരണയില്ലാത്ത, ജീവിതത്തെ പറ്റി ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഒരു ഗുഡ് ഫോർ നത്തിങ് തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അമ്മമാർക്ക് നല്ല പങ്കുണ്ടെന്നുള്ള കാര്യം ആദ്യം തന്നെ പെണ്ണുങ്ങൾ തിരിച്ചറിയില്ല. സ്ത്രീ ശാക്തീകരണം വരേണ്ടത് ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടാണ്. എൻ്റെ എംപവർമെന്റ് വരേണ്ടത് എൻ്റെ ഡിസിപ്ലിനിൽ നിന്നാണ്. എൻ്റെ ഡിസിപ്ലിൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും 24 മണിക്കൂറും കിടന്നിട്ട് എൻ്റെ മോനോടും മോളോടും പഠിക്കാൻ പറയാൻ പറ്റത്തില്ല. ഐ വിൽ റീഡ് എ ബുക്ക് എവ്രി വീക്ക്. ഞാൻ വായിക്കുന്ന ബുക്ക് ഞാൻ എൻ്റെ 2 മക്കൾക്കും അവർ വായിക്കേണ്ടതാണെങ്കിൽ സജസ്റ്റ് ചെയ്യും. നിങ്ങൾ വായിക്കണം. ഞാൻ വായിച്ചത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. എത്ര അമ്മമാർ ചെയ്യുന്നുണ്ട്? അതിന് ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട, മലയാളത്തിൽ ഇഷ്ടംപോലെ നല്ല ബുക്കുകൾ ഇറങ്ങുന്നുണ്ട്. വായിക്കാലോ, പത്രം വായിക്കാലോ. അമ്മമാർക്ക് പത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാലോ. ഓരോ അമ്മയും അച്ഛനെയും വിളിച്ചു വരുത്തിയ ഒരു പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ ഇരുത്തി മക്കളെ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ പോകുന്ന പോക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ എന്നെ 1 മണിക്കൂർ ക്ലാസ് എടുത്ത് പഠിപ്പിക്കും. എന്നാന്നറിയാവോ? എൻ്റെ കൊച്ച് അതിൽ തെറ്റുകാരനല്ല. എല്ലാം കേട്ട് കഴിഞ്ഞ അവസാനം ഞാൻ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എനിക്ക് നല്ല ധാരണയായി മതിയല്ലോ. നിങ്ങളുടെ ധാരണ ശരിയാണെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടാലും തെറ്റിദ്ധരിക്കപ്പെട്ടില്ലെങ്കിലും ആ കുട്ടിയുടെ ഭാവിയായിട്ട് എന്താ എനിക്ക് ബന്ധം? അവർക്കാണ് നല്ല ധാരണ വേണ്ടത് അവരുടെ മക്കൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. വളർത്തുന്നവർക്കാണ് നല്ല ധാരണ വേണ്ടത് എൻ്റെ കുട്ടി പോകുന്നത് റൈറ്റ് ആയിട്ടുള്ള ട്രാക്കിലാണോ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഡോർ ഡെലിവറി കെമിക്കൽ ഡ്രഗ്സ് അടക്കമുള്ളത് കിട്ടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൈ സൺ ഹാസ് ടോൾഡ് മീ, ബാംഗ്ലൂരിൽ അവൻ ലോയ്ക്ക് പഠിക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞ ഒന്നും ചെയ്യണ്ട, ഓൺലൈനിൽ ബുക്ക് ചെയ്യുക, ഡോർ ഡെലിവറി വീട്ടിൽ തരും, കാശ് അവിടെ പേ ചെയ്യുക, ഇവിടെ ഇരുന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ലോജിക്ക്, വാട്ട് ഈസ് ദ ലോജിക് ദാറ്റ് യങ്സ്റ്റേഴ്സ് വിൽ യൂസ് ഇറ്റ്? അവൻ പറഞ്ഞു വലിയ കാശ് മുടക്കില്ലാതെ കിട്ടുന്ന ഒരു മനസ്സന്തോഷം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ എക്സ്പ്ലനേഷന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന്. വലിയ കാശ് ചെലവില്ലാതെ കിട്ടുന്ന ഈ മനസ്സന്തോഷം, ഇതിന്റെ മേളിൽ ഇതിനകത്തൊരു സാധനമുണ്ട് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ, അത് വർക്ക് ചെയ്യാത്ത രീതിയിലോട്ടാണ് പിള്ളേരെ ആക്കുന്നത്. അപ്പനെയും അമ്മേനെയും അപ്പന്റെ പെങ്ങളെയും ഭർത്താവിനെയും പിന്നെ അതുവരെ ഉള്ളവർ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നെങ്കിലും വിചാരിക്കും. ആ കുടുംബത്തിൽ ഈ മോനെ ജനിപ്പിച്ച് വളർത്തി ഇത്ര ആക്കിയതിന് ഞങ്ങൾക്ക് ഇത് കിട്ടണം എന്ന് അവർക്ക് പറയാം. സ്നേഹിച്ച പെണ്ണെന്താ ചെയ്തത്? ഞാനില്ലാത്ത ലോകത്ത് നീ ജീവിക്കണ്ടെന്ന് അവനാരാ തീരുമാനിക്കാൻ? Is he the one who will have to decide whether she is to live or not? ആണോ? ഞാൻ ജീവിക്കണോ? എൻ്റെ നെറേറ്റീവ് ഞാൻ സെറ്റ് ചെയ്യും, എൻ്റെ ഡിസിഷൻസ് ഞാൻ സെറ്റ് ചെയ്യും. പക്ഷേ അത് വാല്യൂ ഓറിയന്റഡ് ആവണം. 4 ബോയ്സിന്റെ കൂടെ 4 ദിവസം കറങ്ങാനുള്ള സ്വാതന്ത്ര്യത്തിനെ അല്ല എംപവർമെന്റ് എന്ന് പറയുന്നത്. എൻ്റെ വാല്യൂ ഞാൻ ഇന്നലെയും കൂടെ ഞാൻ എൻ്റെ കോളേജിൽ, ഇവരൊക്കെ കേട്ടിട്ടുണ്ടാവും കാലങ്ങളോളം എൻ്റെ സാരോപദേശം. ഇന്നലെയും ഞാൻ ആ ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ കുട്ടികളോട് ചോദിച്ചു, ക്ലോസ് പ്രോക്സിമിറ്റി വിത്ത് ബോയ്സ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്? ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. സാർ ഒരു സയന്റിസ്റ്റ് ആണല്ലോ, കെമിസ്ട്രി കൂടെ അല്ലായിരുന്നു. ക്ലോസ് പ്രോക്സിമിറ്റി വിത്ത് വിമൻ, മെന്നിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസ് എന്താണെന്ന് ഏതെങ്കിലും പെണ്ണ് ഏതെങ്കിലും ആണുങ്ങളോട് 15 മുതൽ 25 വരെയുള്ള പ്രായത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ജെനറ്റിക്കലി വി ആർ ഡിഫറെൻറ്റ്. ഇത് പെണ്ണുങ്ങളിൽ വ്യത്യാസമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അവരുടെ തിങ്കിങ്ങിലും അവരുടെ തോട്ട് പ്രോസസ്സിലും വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞു ഞങ്ങളോട് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഈ പിള്ളേർ വഴിതെറ്റാൻ ആരാ കാരണം? അമ്മയായിട്ടിരിക്കുന്ന ഓരോരുത്തരും കാരണക്കാരാണ്. അടുത്ത വീട്ടിലെ കുട്ടി വഴിതെറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകും. ഓരോരുത്തർക്കും, നിങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തർക്കും താൻ മോട്ടിവേറ്റഡ് ആണെങ്കിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ, താൻ മോട്ടിവേറ്റഡ് ആണ് ഫോക്കസ്ഡ് ആണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും മോട്ടിവേറ്റഡ് ആണ് ഫോക്കസ്ഡ് ആണെങ്കിൽ
നിങ്ങൾക്കൊരാളെ ഗൈഡ് ചെയ്യാം, നേർവഴിക്ക് നടത്താം. വൈ കോണ്ട് യു ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി? സഹനത്തിന്റെ കഥയും സ്ത്രീ സഹനത്തിന്റെ കഥയും സ്ത്രീകൾ അനുഭവിച്ചതിന്റെ വലിപ്പവും ഒന്നും പൊക്കിക്കാണിച്ച് ഇനി അങ്ങോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ഒരമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത മക്കളായി ഇനി ഉണ്ടാകുന്നത് മുഴുവനും. അമ്മ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ എന്താവണം? എൻ്റെ മോൻ 24 വയസ്സായി, അഹങ്കാരത്തോടെ പറയുമല്ല, ഇന്നും ഞാൻ പറയുന്നിടത്ത് തന്നെ കേൾക്കും. എന്തുകൊണ്ടാണ്? ഞാൻ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ്, അതിനുള്ള വിവരം എനിക്കുണ്ടെന്ന് അവര് തോന്നുന്നതുകൊണ്ടാ. റെസ്പെക്ട് കിട്ടണമെങ്കിൽ ആദ്യം അമ്മ ആരാവണം? അമ്മ റെസ്പെക്റ്റബിൾ ആവണം. 24 മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിലും റീൽസ് മാത്രം കണ്ട് ജീവിതം മുഴുവൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ചെലവാക്കുന്ന ഒരു അമ്മയോട് എത്ര ബഹുമാനം ഒരു മോന് തോന്നണം? എത്രയോ ത്യാഗം ചെയ്യുന്ന അമ്മമാരുടെ മക്കൾ എന്തുകൊണ്ടാണ് വലിയവരായി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അവരുടെ റെസ്പെക്ട് കൊണ്ടാണ്. എൻ്റെ പാരന്റ് ഇത്ര കഷ്ടപ്പെട്ടു, എന്നെ ഇവിടെ വരെ എത്തിക്കാൻ അവരുടെ ഒരു ത്യാഗമുണ്ട്, ഞാൻ അവർക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ കൊച്ചിനെ കണ്ടത്. ഇത് വിമൻസ് ഡേയുടെ അന്ന് ഐ എം സോ ഹാപ്പി ടു മീറ്റ് എ പേഴ്സൺ ലൈക്ക് യു. CA പോലൊരു കോഴ്സ് ഓൺലൈനിൽ കോച്ചിങ് എടുത്ത് പാസ്സാവണമെങ്കിൽ അവൾ അത്ര മോട്ടിവേറ്റഡ് ആയിരുന്നു. LLB പഠിക്കുന്നത് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ദിസ് ഇസ് സംതിങ് വെരി ഡിഫറെന്റ്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് കൂടെ ഉണ്ട് ഇതിന്. ഇത്രയും മോട്ടിവേറ്റഡ് ഒരാളാവണമെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു പാരന്റിന്റെ ത്യാഗം കാണും. ആ ത്യാഗം നമുക്ക് ഇത്ര പൊക്കിക്കാണിക്കാനോ ഉയർത്തിപ്പിടിക്കാനോ ഒന്നുമില്ല. അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ മോനെ വളർത്തിയ കാലത്തൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് വളർത്തിയത്. ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത കാര്യത്തിന് ഇനി എന്തിനാ ഞാൻ കണക്ക് പറയുന്നത്? ഞാനത് എൻജോയ് ചെയ്തു കഴിഞ്ഞു. അത് ഇനി അവന്റെ ജീവിതം ജീവിക്കാൻ വിടൂ. പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള വാല്യൂ ഞാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു സ്ത്രീയെ റെസ്പെക്ട് ചെയ്യാൻ അവൻ അറിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്, ഇല്ലേ? ഒരു സ്ത്രീയെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന്. ഞാനൊരു മകളെ വളർത്തിയിട്ട് അവൾക്ക് അവളുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് പിൻവാങ്ങാൻ പറ്റത്തില്ല. എനിക്ക് അതിലൊരു ഉത്തരവാദിത്വമുണ്ട്. പറയുമ്പം പിള്ളേരല്ലേ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. പറഞ്ഞാൽ കേൾക്കാതെ ഇരുന്നിട്ടല്ലല്ലോ ഇപ്പം CM മേടിച്ചത്, ആണോ? തനിക്ക് തന്നെ തന്റെ ലൈഫിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉള്ളത് കൊണ്ടല്ലേ താൻ അവിടെ എത്തിയത്. അന്നേരം ആരും പറഞ്ഞാൽ കേൾക്കണ്ട, അവർ പോയിക്കോട്ടെ. I had a professor who used to tell every time. He had a son later years. മൂത്ത മോളെ കല്യാണം കഴിച്ച് രണ്ടാമത്തെ മോനും കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാറിന് ഏകദേശം ഒരു 60 ഒക്കെ അടുത്തെത്തിയപ്പോൾ ഒരു മോനുണ്ടായി. അപ്പോൾ ഹിസ് വൈഫ് വാസ് വെരി അഫെക്ഷനേറ്റ് ടു ദ കിഡ്. അത്രയും ലേറ്റർ ഏജസിലുണ്ടായ മോനായതുകൊണ്ട് ഭയങ്കര സ്നേഹം കൊടുത്താണ്. ഇപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് അമ്മ വാരി കൊടുക്കും. സാറ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് എൻ്റെ ഭാര്യ അവനെ നശിപ്പിക്കും, പിന്നെ ആകെ എനിക്കൊരു സമാധാനം എന്താണെന്ന് വെച്ചാൽ തർക്കുത്തരെ ചെറുക്കം വാ തുറന്നാൽ പറയുള്ളൂ, അതുകൊണ്ട് അവൻ നന്നായിക്കൊള്ളും. എന്താണ് തർക്കുത്തരം? ദാറ്റ്സ് ഹിസ് ഒറിജിനൽ തിങ്കിങ് ആണെങ്കിൽ ഇപ്പോൾ തർക്കുത്തരം അതാണോ? കഞ്ചാവ് അടിച്ച് കയറ്റിയിട്ടുണ്ടാകുന്ന ദേഷ്യത്തിൽ നിന്നുണ്ടാകുന്ന തർക്കുത്തരത്തിന് ഒറിജിനൽ തിങ്കിങ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ അനാവശ്യമായിട്ട് ഇന്നലെയും കൂടെ ഒരു പാരന്റ് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കൊച്ചായിരുന്നു, ഇപ്പൊ വളരെ വയലന്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. തൻ്റെ അനിയനെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞു, അപ്പനെയും അപ്പൻ്റെ അനിയനെ ബാക്കി വെച്ചേക്കുമല്ലേ. ഞാൻ പറഞ്ഞു ഒന്നും സംശയിക്കണ്ട, പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കൂ, അവൻ നോർമൽ ആണെന്ന് ആദ്യം ഉറപ്പുവരുത്തും. ബിക്കോസ് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കൊച്ചിന്റെ സ്വഭാവത്തിൽ ഇത്രയധികം മാറ്റം ഉണ്ടാവണമെങ്കിൽ സംതിങ് ഇസ് റോങ് വിത്ത് ഹിം, ഐദർ മെന്റലി ഓർ ത്രൂ സം ഇൻടോക്സിക്കേഷൻ. ഇത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവൻ 21 years ആയി, അവൻ്റെ പെർമിഷൻ ഇല്ലാതെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇനി എന്താ ചെയ്യാൻ പറ്റണേ? ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മണി സപ്പോർട്ട് അങ്ങ് നിർത്തുക. 25,000 രൂപ വെച്ച് ഇപ്പോഴും മാസം കൊടുത്തോണ്ടിരിക്കുക. എന്തിനാ? അപ്പം തന്നെ മേടിക്കുക. സ്റ്റോപ്പ് ഇറ്റ് ദെയർ. എനിക്ക് ഒരു സന്ദേശമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. എംപവർമെന്റ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ എവ്രിതിങ് ഈസ് വിത്തിൻ യു. വാട്ട് എവർ യു ആർ ഡൂയിങ് ഈസ് ഫോർ യുവർ സെൽഫ്. Your family is yours. That is why whatever you are doing for the family is for you, not for your husband or for your in-laws, not for anybody else. വേറെ ആർക്കും വേണ്ടിയല്ല നിങ്ങളത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കണക്ക് പറച്ചിലുകൾ നിർത്താം. മക്കളെ വളർത്തിയതിൻ്റെ കണക്കിനി പറയണ്ട. നമുക്ക് സ്നേഹം കൊടുക്കാനും സ്നേഹം മേടിക്കാനുമായിട്ട് കുടുംബങ്ങൾ ഉണ്ടാക്കാം. എന്നെ നോക്കാൻ ഒരു ഭർത്താവ്, എൻ്റെ വയസ്സാം കാലത്ത് നോക്കാൻ 2 മക്കൾ, ഈ കോൺസെപ്റ്റേ തെറ്റാണ്.
എന്നെ നോക്കാൻ ഞാൻ, എൻ്റെ മക്കളെ എനിക്ക് സന്തോഷം കിട്ടുന്ന നോക്കാൻ അവരെ നോക്കാൻ അവർ, അഡൾട്ട് ആകുന്നത് വരെ ഞാൻ, ഈക്വലി എൻ്റെ ഭർത്താവിനും ആ റെസ്പോൺസിബിലിറ്റി. ഇത്രയേ ഉള്ളൂ പറഞ്ഞു, സിംപ്ലി. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. താങ്ക് യു.